ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1200 കൊല്ലവർഷത്തെ ഫലമാണ്. അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ്. കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ. ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം. ഈ ഒരു ഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ്. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുമാത്രമല്ല, നമ്മൾ പുതിയൊരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 1100 എന്ന ആണ്ടിൽ നിന്നും 1200 എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി 200 അല്ലെ, 200 എന്ന വർഷമാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ ഒരു വർഷക്കാലം അതായത് 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. ഒരു കൂറിന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണമെന്നില്ല. പിന്നെ നിങ്ങളുടെ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പുരാട നക്ഷത്രത്തില് ചിങ്ങരവി സംക്രമം എന്ന് പറയുക. 1200 മീനം 15 അതായത് 2025 മാർച്ച് 29 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 മേടം 31 അതായത് 2025 മെയ് 16 ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 ഇടവം 4 അതായത് 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശിമാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ. അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇടാം. ഇത് പൊതുവായിട്ട് ഈ ഒരു 1200 കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. മിഥുനക്കൂറ് മകേരമര തിരുവാതിര പുണർത മുക്കാടുന്ന 2.25 നക്ഷത്രമാണ് മിഥുന രാശി അല്ലെങ്കിൽ മിഥുനക്കൂറ് എന്ന് പറയുക. ഇപ്പൊ ഇവരെ സംബന്ധിച്ചോളം 10ാം ഭാവാധിപനായ വ്യാഴം 12ാം ഭാവത്തിലും 9ാം ഭാവത്തിൽ ശനിയും 10ാം ഭാവത്തിൽ രാഹുവും 4ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിഥുനരാശിയെ സംബന്ധിച്ചോളം ഒരു സമ്മിശ്ര ഫലമായിട്ടേ കരുതാൻ സാധിക്കുള്ളൂ ഈ ഒരു വർഷക്കാലം എന്ന് പറയുക. ഗുണങ്ങളും നന്മകളും നിറഞ്ഞൊരു വർഷമായിരിക്കും ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. ക്ലേശങ്ങളും കഠിനമായ ദുഃഖങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ഭവിക്കുന്നൊരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുക. സ്വപ്രയത്നം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നവരാണ് മിഥുന രാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. സ്വന്തമായ അധ്വാനം ആവശ്യമാണ്, കഠിനാധ്വാനം ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു കാലം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. പൊതുവെ തന്നെ നമുക്ക് വെറുതെ ഇരുന്ന് വിജയിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ മിഥുനരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വർഷക്കാലത്തിൽ എന്ന് പറയുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന എത്രയാണോ അതിന്റെ 10 മടങ്ങ് ഇരട്ടി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൽ ആ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ചിന്തിച്ചു മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകള് പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അത് ജീവിത വിജയത്തിനും വളരെയധികം ഉപകാരപ്പെടും. വിവാഹശേഷം എന്താണ് കുറെ വർഷങ്ങൾക്കൊക്കെ സന്താനങ്ങൾ ഇല്ലാതെയൊക്കെ നിന്ന ദമ്പതികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷക്കാലം സന്താന ഭാഗ്യം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ ഓർത്ത് ദുഃഖിച്ചു നിന്നവർക്കും അവർക്കൊരു സമാധാനത്തിന്റെ സമയമായിട്ട് പറയാം. സന്താനങ്ങളൊക്കെ നേർവരയിലേക്ക് നടത്താനും കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും അതനുസരിക്കാനൊക്കെ യോഗമുള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു
വിജയത്തിന്റെ പാതയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. ജീവിതത്തിലെ പൂർണ്ണമായിട്ട് എന്താണ് ഗുണഫലമായിട്ടോ ദോഷഫലമായിട്ടോ നമുക്ക് കരുതാവുന്ന ഒരു വർഷമല്ല ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലതാക്കി എടുത്തോ, എന്നിരുന്നാൽ ചെറിയതായിട്ട് എന്താണ് ഒരു ദോഷഫലങ്ങളുണ്ട്. ആ ദോഷഫലങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം കരുതാൻ. ഓക്കെ, അത്ര ഉള്ളൂ. അല്ല ഒരു വർഷക്കാലം മൊത്തം മോശം അനുഭവങ്ങളല്ല, വർഷം മൊത്തം ചീത്തയായിരിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, വളരെയധികം ജാഗ്രത ആവശ്യമാണ്, വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്, എല്ലാ കാര്യത്തിലും കഠിനാധ്വാനം ആവശ്യമാണ്, മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ ഒന്നും ചെയ്ത് ഞാൻ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല, അപ്പൊ വണ്ണം കുറയ്ക്കാൻ നടക്കുന്നു, 1-2 ദിവസം ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കിയാൽ നടക്കില്ല. പഠിക്കായിരുന്നു, 1-2 ദിവസം പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തിനും കഠിനമായ അധ്വാനം ആവശ്യമാണ്, മനസ്സിലാക്കി അതനുസരിച്ച് അറിഞ്ഞ് പ്രവർത്തിച്ച ഗുണഫലങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായി ഈശ്വര പ്രവർത്തന അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുന്ന ഉത്തമമാണ്, ഈശ്വര വിശ്വാസമുള്ള ഉത്തമമാണ്. അതനുസരിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. ദുഷ്ടപ്രവൃത്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത് വളരെയധികം നല്ല കാര്യമായിരിക്കും. മറ്റുള്ളവരുടെ നാശം കുറ്റമൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് അത് സഹായികരിക്കും. അതെല്ലാം മറിച്ചാണ് നമുക്ക് ഈ വർഷക്കാലം വെച്ചാൽ ദുഷ്ടപ്രവൃത്തിയിലേക്കൊക്കെ കുറച്ച് അട്രാക്ഷൻ കൂടുതൽ, അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെറിയ അട്രാക്ഷൻ, അതൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഭാവിയെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ജീവിതത്തിലെ നേർവഴിക്ക് നയിക്കാൻ ശ്രദ്ധിക്കുക. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു വർഷക്കാലം കടന്നു നിർത്താൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്, ജാഗ്രത പാലിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കുടുംബ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വഴക്കുകൾ ഒക്കെ വരണം. അത് നമുക്കൊരു ഡൈവോഴ്സ് എന്ന രീതിയിലേക്ക് എത്താനും വരെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കാൻ വരെ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കരുതലോടെ വേണം, കൃത്യമായ കരുതലോടെ ഒരു ചില്ല് പാത്രത്തെ നമ്മൾ സൂക്ഷ്മമായി കൊണ്ടുപോകുന്ന പോലെ വേണം കുടുംബജീവിതത്തെ ഈ ഒരു വർഷക്കാലം കൊണ്ടുപോകാൻ എന്ന് പറയുക. പ്രണയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രണയത്തിനൊക്കെ നമുക്ക് അത്ര ഉത്തമ സമയം എന്ന് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാലും പ്രണയത്തിന് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രണയങ്ങളുടെ സൈഡിലായാൽ പോലും എന്താണ് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. അത് കുടുംബാംഗങ്ങളിൽ മാത്രമല്ല, നമ്മൾ പ്രണയത്തിന്റെ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്കും ഒരു മുൻതൂക്കം കൊടുത്ത് തന്നെ പോവുക. എന്താണ് അവരുടെ ഒരു അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി കയറി നമ്മൾ ഇടപെടാതെ അവരെ ജീവിതത്തിലെ ലൈഫിലെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മുടെ ജീവിത പങ്കാളി ആരെയാണ് അവരൊന്ന് സ്വതന്ത്രമാക്കാൻ. നമ്മൾ സ്വതന്ത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം, അങ്ങനെയല്ല. എന്നിരുന്നാലും ചില പ്രണയക്കിടയിൽ ഒരു ചെറിയ പൊസഷൻസ് കാരണം അത് കാമുകിയായാലും കാമുകനായാലും എന്താണ് എന്റെ മാത്രമാണ് എന്ന രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്, എന്റെ സ്വന്തമാണ് എന്ന് കരുതുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാൽ പോലും അതിൽ കുറച്ചൊന്ന് അഴിവ് വരുത്തി അവരുടെ സ്വാതന്ത്ര്യം, അവർക്കും ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധം വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷം അടുത്തെടുക്കാൻ സാധിക്കും. അതെല്ലാം മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ആ പ്രണയബന്ധത്തിന് ചെറിയ പൊട്ടലും ചുറ്റലൊക്കെ വരാനും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ പോകാൻ സാധ്യതയുണ്ട്. സോ അത് വളരെയധികം കരുതലോടെ തന്നെ പോകണം. ഓക്കെ, നമ്മൾ പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ചില്ല് പാത്രം പോലെ നിലത്തിയടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം പിടിച്ചൊരു പണി തന്നെയാണ്. സോ അത് വളരെയധികം കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. ജീവിത സാഹചര്യങ്ങളിലായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. അതിൽ നമുക്ക് അനുകൂലമായ മാറ്റങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ആ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ അയ്യോ എനിക്ക് മൊത്തം മോശമാണ്, എനിക്ക് മൊത്തം ചീത്തയാണ്, ആ ഒരു ചിന്താഗതി നിങ്ങളുടെ ചിന്തയിൽ നിന്ന് മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്ത് പുറത്ത് മാറ്റി കളയുക ഈ ഒരു വർഷക്കാലത്തേക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് എനർജി എത്തിക്കാൻ സാധിക്കും കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷം കടന്നു കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു രാശിഫലം എന്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല, എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് വരുന്ന ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ്. വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വയ ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായ മെഡിസിൻ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും. അതുപോലെ തന്നെ കുറച്ചു പേര് ചോദിക്കുന്നതാണ്, എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നതന്നെ, എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? അതിന്റെ പ്രധാന കാരണം എന്താണ് അറിയോ? നമ്മളൊരു മാവിലേക്ക് കല്ലെറിയുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലെറിക്കുക? നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ. ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പിറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ? ഇല്ല, അല്ലേ? അത്രയും തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ, കുശുമ്പ എന്നൊക്കെ പറയാം നമുക്ക്, എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കല്ല് ചെയ്യുന്നത്. ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക. ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഓക്കെ, നമ്മളെ ടാറ്റ്, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും. അപ്പോ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയാലും പ്രശ്നമാണ്, അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. താന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ്, നിങ്ങൾ ആരും കല്ലെറിയാൻ നിൽക്കൂല. കാരണം എന്താ, മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും? ഇപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏത് നേരം കല്ലെറിയല്ലേ, ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ട് എന്ത് ചെയ്യാനല്ല, കല്ലെറിയാനും പോകുന്നില്ല, പറിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്ത് അടുത്ത വർഷം ഇച്ചോടും പൊക്കമൊക്കെ വെച്ച് ഇച്ചോടെ നന്നായി മാവും പൂവൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കും? എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം. ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും. എന്നാൽ ഇത് എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ. നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തത ഇല്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല, നമുക്ക് അറിയത്തില്ല ഇതിന്റെ അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കൃത്യമായൊരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ഉണ്ട്, അത് എന്റെ ചെക്ക് പോയിന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടത്തുണ്ട്, അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴടക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീഴടക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ. അപ്പൊ ഈ ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക. ഇപ്പം 2024 തുടങ്ങിയപ്പോൾ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പ്ലാൻസും ഗോൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ഇതൊരു പുതുവർഷമാണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണം. നിങ്ങൾ 2025 ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എന്താണ് 20 വർഷം, അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുക, കുതിച്ചോണ്ടിരിക്കുക. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും, അസൂയാക്കളാവും. അത് മാത്രമല്ല, നമുക്ക് തന്നെ എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോടത്ത് ആ പ്രശ്നം മാറൂല. അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങളെ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ കാര്യങ്ങൾക്കൊന്നും അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. പൊതുവെ രാശിഫലവും അതായത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അപ്പൊ ലഗ്നവും
രാശിഫലം കൂടി ആകുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടേക്കാണ് നിൽക്കുക, നമുക്കിപ്പോൾ ദശ ഏതാണ്, ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല ഓരോരുത്തരുടെ ജീവിത വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം, ഇപ്പൊ ഒരു വ്യക്തി ഒരേപോലത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ, ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി. കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ, ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതില് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. എന്നാൽ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ. ഓക്കെ, ഒരു പാലിന്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടരാൻ ഈസിയാ. ഓക്കെ, പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമല്ല കേട്ടോ, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും. അതല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൂജേനയോ അല്ലെ പ്രാർത്ഥനയിലോ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അത് കൃത്യമായ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദൈവം അവിടെ നിന്ന് നോക്കാം, ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട്, ഓക്കെ അവന് ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. താൻ പാതി ദൈവം പാതി, നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെ ദൈവത്തെ മാത്രം ആശ്രയിച്ചല്ല, നമുക്കും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്താണ് ഈ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് കൃത്യസമയത്ത്. ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം, ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും. ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും. പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, അല്ല മറ്റുള്ളവരല്ല. ഓക്കെ, അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.